ഹലോ മൈ ഗൈസ്, വെൽക്കം ടു ദ ഗ്രേറ്റ് നെയ്ബേഴ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഒറ്റക്കാണുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെന്തായാലും കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു വ്ളോഗ് എടുക്കാൻ പറ്റുന്ന ഞാൻ മാത്രമാണ് ഇന്നത്തെ ക്യാമറമാൻ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ കൊച്ചിയിൽ ഡേ ഒരു ദിവസം മാത്രമാണ് നിൽക്കുന്നുള്ളൂ. കാരണം ഒരു കാരണമുണ്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്ര ദിവസമായിട്ട് നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോൾ കൊച്ചിയിലുള്ളതാണ്. എൻ്റെ ഉപ്പിത്താൻ്റെ വീട്ടിലാണ് വന്നത്. ഓക്കെ, അതിൻ്റെ ഒരു വീഡിയോ ചേർത്താണ്. ഉപ്പിത്താൻ്റെ വീട്ടിൽ നിന്നെല്ലാം വന്നു കഴിഞ്ഞു. സോറി ഗേസ്, ക്ഷമിക്കണം. ഓക്കെ, നമ്മളെന്തായാലും അവിടുത്തെ പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ നോക്കാം. ഞാൻ എന്തായാലും ഉറപ്പായിട്ടും കാണിച്ചിരുന്നതായിരിക്കും. ഓക്കെ, അതിൽ ഞാൻ യൂട്യൂബ് ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തതാണ്. പിന്നെ നമ്മളെന്തായാലും ട്രെയിനൊക്കെ ചിലപ്പം എടുക്കും. ഓക്കെ, വെയിറ്റ് ചെയ്ത്. പിന്നെ നമ്മളിപ്പോൾ എന്തായാലും തലശ്ശേരിയിലേക്ക് ഇനി പോകാൻ പോകുന്നത്. നമ്മളെന്തായാലും ഇപ്പോൾ ആലുവ ടു കണ്ണൂർ ഇൻ്റർസിറ്റിയിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും 6 മണിക്കുള്ള ട്രെയിൻ നമ്മൾ പോയിട്ട് അന്നേരം ആസ്കി കഴിഞ്ഞിട്ട് എന്തായാലും 6 മണിക്ക് നമ്മൾ കാണാം. ഓക്കെ, 6 മണിക്കുള്ള ട്രെയിനും കയറും. ഒരു 10-12 മണിയാവും. 6 മണി. ഇതാണ് ഇവിടുത്തെ വ്യൂകൾ കേട്ടോ. നെറ്റ് കൊണ്ട് കാണിക്കറ്റില്ല. ഇതാണ് നമ്മളെ വീട്. അപ്പം എന്തായാലും ഞാൻ സ്കെച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒന്ന് പോകുന്നതായിരിക്കും എടുക്കുന്നത്. ഓക്കെ, ട്രെയിനൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മളതൊരു ഉമ്മാൻ്റെ ഫോൺ കാണിച്ചിട്ടുണ്ടായിരിക്കും. ആ വീട്ടിലെത്തുമ്പോൾ ഇന്നെന്തായാലും കാണിച്ചു തരാൻ പറ്റില്ല. 12 മണിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അവരാടൊന്ന് പറഞ്ഞതാണ്. പിന്നെ ആണെങ്കിൽ ഇപ്പം എടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഈ ഒരു ടൈമിന് മാത്രമേ. ഇന്നലെ ഒന്ന് ഫോൺ കിട്ടിയിട്ടില്ല. ഓക്കെ, സമയം ഉണ്ടാക്കിയില്ല. ഇതിനകത്ത് ക്ഷമിക്കണം. ഞാൻ രണ്ടാമത്തെ പ്രശ്നം കൂടി ഏതൊക്കെ ആവുന്നു. പിന്നെ ഞാൻ ഇവിടുത്തെ വ്യൂസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം എന്തായാലും അനിയത്ത് തന്നിട്ടുണ്ട്. എനിക്ക് എന്താ പറയാനുള്ളത്? അത് ചിക്കൊന്നും പറയാനില്ല. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിന് പോകുമ്പോൾ ഏതായാലും അടുത്ത് ചോദിച്ച് ഫോൺ എടുത്തിട്ട് എന്തായാലും എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്നെന്തായാലും സ്കീച്ചൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നെന്തായാലും ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു 5 മണിയല്ല 5:30 ഇവിടെ നിന്ന് നമ്മൾ 5 മണിക്ക് ഇറങ്ങും. കാരണം ആലുവ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വരാൻ തന്നെ 1.5 മണിക്കൂറായിട്ട് എടുത്ത്. നമ്മൾ ഇന്നലെ വന്നതെന്ന് വെച്ചാൽ രാത്രി ഒരു ട്രെയിനിൽ കയറിയതാണ്. കണ്ണൂർ ടു എറണാകുളത്തിൻ്റെ ട്രെയിനിൽ നമ്മൾ കയറിയത്. അപ്പോൾ ആ ഒരു ട്രെയിനിൽ കയറിയിട്ട് എത്തിയത് 9:30 അങ്ങനല്ല, നമുക്ക് എടുക്കാൻ കിട്ടില്ല. നിങ്ങൾക്ക് ക്ഷമിക്കണം. ഓക്കെ, പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെന്തായാലും ഇപ്പോൾ ഒരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടുത്തെ വ്യൂസൊക്കെ ഇവിടെ നിന്നെല്ലാം ഉണ്ട് കേട്ടോ. എന്തായാലും അപ്പുറത്ത് എന്തായാലും സംസാരിക്കണം. നമ്മൾ കസിനായിട്ട് വന്നുകൊണ്ട് എല്ലാവരും ഒന്ന് സംസാരിക്കണമല്ലോ. അതൊക്കെയാണ് നമ്മുടെ ഇത്. ഓക്കെ, ഞങ്ങൾക്ക് അറിയാലോ, അതാണ് നമ്മുടെ ഇത്. പിന്നെ എന്താ വെച്ചാൽ വേറെ ഓരോന്നേലും ചെന്നൈയിൽ നിന്ന് ബ്ലോഗ് എടുക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞു. ഓക്കെ, ഓരോന്ന് വെച്ചാൽ ചെന്നൈയിലേക്ക് ഒരു കല്യാണമുണ്ട്. ആ കല്യാണത്തിന് പോകുന്നതാണ്. ഓക്കെ, കല്യാണം ആരതാന്നറിയാം, ഓളെ മൻഹൻ്റെ ഉപ്പാൻ്റെ അവിടുത്തെയാണ്. പിന്നെ അതൊക്കെയാണ് വരുന്നൊരു ട്രെയിന്. നമ്മളെന്തായാലും ഇതിനായിട്ട് വന്ന ട്രെയിന് AC ഇതൊന്നുമല്ല, റിസർവേഷൻ ഇതായിരുന്നു. ഓക്കെ, നമ്മളെന്തായാലും ട്രെയിനിലെത്തിയിട്ട് തന്നെ കാണിച്ചാൻ പറ്റുള്ളൂ. ഇനി വീഡിയോ എടുത്തിട്ട് കാര്യമില്ല, വെറുതെ ഇതായിപ്പോൾ. ഓക്കെ, അനിയത്തി പോയി പോയി കാണിക്കാട്ടില്ല. നമുക്കെന്തായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, സ്ഥലത്ത് ഇതൊരു നേരത്തെ കാണിച്ചു തന്നത് വ്യൂ. ഓക്കെ, ഇന്നത്തെ ക്യാമറ ഞാൻ തന്നെ, വേറെ ആരില്ല. നമ്മളെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ആടെത്തിയിട്ടെന്ന് മാത്രം കാണിച്ചിരുന്നായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഇത് റൂം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് അവിടുത്തെ ഒരു പാലമുണ്ട്. അവിടെ പാലമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല. അത് കണ്ടോ നിങ്ങൾ? കാണിച്ചാൽ ഫോൺ വിളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല. ഫുള്ളിപ്പോൾ മുഖ്യ സിറ്റാണ് കേട്ടോ. ദുബായ് പോലെ നിങ്ങൾക്ക് തോന്നും.
പിന്നെ എന്ന് വെച്ചാൽ വേറെ ഒന്നും പറയാനില്ല. അതെന്തായാലും ഒരു പോവാൻ പോകുന്നതിനും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കാണിച്ചില്ല നമ്മുടെ ഞാൻ ഒറ്റക്കെന്ന് വെച്ചാൽ അന്നത്തിന് ഇതൊക്കെ കാണിച്ചില്ല. നമ്മുടെ കുറച്ച് കസിൻ്റെ ഒപ്പരാണ് വന്നത്. ഓക്കെ, നമ്മുടെ കസിൻ്റെ ഒപ്പരാണ് വന്നത്. എന്തായാലും ഇപ്പം പോവും. ഇപ്പോൾ ടൈം എന്ന് വെച്ചാൽ ടൈമിപ്പോൾ കാണിച്ചു തരാം. 3:00 4:15 അപ്പോൾ എന്തായാലും നമ്മുടെ ട്രെയിൻ 6 മണിക്കുള്ള ട്രെയിനാണ്. 12 മണിക്കാണ് എത്തുള്ളൂ. എടുക്കുന്നതായിരിക്കും. വീഡിയോ എന്തായാലും പ്രസ് ചെയ്താക്കണ്ട, നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ 45 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് റോഡ് ടു 10K ആണ്. 10K അടിച്ചാൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കണം എന്ന് നമ്മൾ ഇതാക്കി തരുന്നു. നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിനെല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഓക്കെ, എന്തായാലും പോകുന്ന ടൈമിന് ആ ഒരു ടൈമിന് എന്തായാലും കാണിച്ചു. ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ചൂടെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല വേലൊക്കെയാണ്. വീഡിയോ എടുക്കുമ്പോൾ തന്നെ വേർത്ത് കുളിച്ചു പോകുന്നത്. ഓക്കെ, അതൊക്കെ വീടിനുള്ളിൽ നല്ല എങ്ങനെയാണെന്നൊന്നും പറയാം. അതിൽ അല്ലെങ്കിൽ ഇതുണ്ട്. ഇവിടെ ആണെങ്കിൽ എറണാകുളത്താണെങ്കിൽ നിങ്ങളെ ഡിസ്ട്രിക്റ്റ് ഏതോന്ന് പറയാൻ. അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മഴ പെയ്യുന്നെല്ലാം ഇവിടെ മഴ പെയ്തിന് പോലെ വയസ്സ്. എന്നാലാ നമ്മൾ എറണാകുളത്ത് നിന്ന് തിരിച്ച് വരുമ്പോൾ കുറച്ച് മഴയെല്ലാം പൊടങ്ങിന്. എന്തായാലും ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, മഴ പെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മളിവിടെ വെറുതെ ഇരിക്കുന്നതാണ് ഇത്. വേറെ പണിയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളാടുണ്ടെങ്കിൽ ഒരു വകൽ എടുത്തേനെ ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും എടുക്കും. ഇനി അവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ അടെല്ലാം ഇല്ലേ, നമ്മൾ കൊച്ചിയിലാണുള്ളത്. ഇനി നമ്മളിപ്പോൾ ഒരു ഡേ 1 എല്ലാം എഴുതിയിട്ട് ഒരു വ്ലോഗ് എടുക്കുന്നതായിരിക്കും മീനും. പക്ഷേ ഇന്നലെ ഫോണും കിട്ടിയില്ല, ഒരു ഇതും കിട്ടിയില്ല. ഓക്കെ, എന്തായാലും ട്രെയിനിന് ഇനി പിന്നെയും കയറണോ, അതാണെങ്കിൽ മടിയാവുന്നു. നമ്മൾ 6 മണിക്കൂർ കുത്തിയിരിക്കണം. ഇന്നലാണെങ്കിലും ഫുള്ള് വെറും ഇന്നലെ എങ്ങനെ ടൈം പോയെന്ന് പോലും അറിയില്ല. ഞാനിതാ 6 മണിക്ക് കയറിയ ട്രെയിനിൽ, അല്ല 3 മണിൻ്റെ ട്രെയിനാണ് കയറിയത്. അതിൽ കയറിയിട്ട് പിന്നെ മോനെ എങ്ങനെയല്ലോ ടൈം നോക്കി ഇതാക്കി. ഫസ്റ്റ് എന്ത് കയറിയാലോ ഇതാക്കി കുറച്ച് ഇതാക്കി അവിടെ കാഴ്ചയും കണ്ട്. പിന്നെ നമ്മളെ സീറ്റ് അവിടെ തന്നെ കുറേ നേരം ഇരുന്നിട്ട് വൈകുന്നേരം ആയ അവിടെ തന്നെ മറ്റേ ഇതെല്ലാം വരുമല്ലോ, ഇന്നിവിടെ കഴിഞ്ഞിവിടെ എന്തായാലും പറഞ്ഞിട്ട് തരും. ഓക്കെ, ഒക്കെ പറഞ്ഞിട്ടെല്ലാം വരുമ്പോൾ ഇതാക്കും. ഇത് നമ്മളൊന്ന് വായിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ആൾക്കാരെല്ലാം വായിക്കുന്നതായിരിക്കും. ചില ആൾക്കാർക്ക് എന്തായാലും ട്രെയിനത്തെ ഫുഡ് അങ്ങനെ കഴിക്കലില്ല. നമ്മളെന്തായാലും അങ്ങനെ നിങ്ങൾ കഴിക്കരുതെന്ന് വെച്ചാൽ കുറച്ച് ചീത്ത കഴിക്കും. ചിലതൊക്കെ കുറേ ചീത്ത വരും. നമ്മൾ ഡെയിലി ആയിട്ട് അങ്ങനെ കഴിക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഇതായിട്ട് നമ്മളെന്തായാലും അന്നേരം എടുക്കുന്നതായിരിക്കും. ഓക്കെ, വെയിറ്റ്. ഓക്കെ. അപ്പോൾ എന്തായാലും വേർത്ത് കുടിച്ചിട്ട് ഞാൻ ഒരു എക്സ്ട്രാ ഡ്രസ്സ് എടുത്തിനി. ഓക്കെ, ആ ഡ്രസ്സിനാണെങ്കിൽ ഞാൻ അതാക്കി ഈ ഡ്രസ്സ് തന്നിട്ട്. കാരണം ഒറ്റ മാറ്റി ചൂട് ഗൈസ്, അവിടെ എന്തായാലും ഇപ്പം മാറ്റി. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രെയിനിന് പോകുമ്പോഴൊക്കെ ഇതാണ് ഇടാൻ. കാരണം ഭയങ്കര ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. നമുക്ക് എന്തായാലും ട്രെയിൻ നിർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വണ്ടി കയറിയിട്ടുണ്ടോ? ഓക്കെ നമ്മളെന്തായാലും പോവുകയാണ്. ഓക്കെ, പിന്നെ മുഖം മാറ്റിയേക്കുന്നേ.